എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആദ്യത്തെ മൊഡ്യൂളായിട്ടുള്ള സംഖ്യകൾ അല്ലെങ്കിൽ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടറ്റ് കാറ്റഗറി 1-2 എക്സാമുകൾക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഏറ്റവും നമ്മൾ തുടക്കത്തിൽ പഠിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ തുടക്കത്തിൽ പഠിച്ചൊരു സംഭവമാണ്. ഒന്നിന് ശേഷം 100 പൂജ്യങ്ങളുള്ള സംഖ്യയുടെ പേരെന്ത്? ഒന്നിന് ശേഷം 100 പൂജ്യങ്ങളുള്ള സംഖ്യയുടെ പേരെന്ത്? അതെന്തായിരിക്കും? ഒന്നിന് ശേഷം 100 പൂജ്യങ്ങളുള്ള സംഖ്യ നമ്മൾ വിളിക്കുന്ന പേര് ഗൂഗോൾ അല്ലെ? ഗൂഗോൾ എന്നാണ്. ഒന്നിന് ശേഷം 100 പൂജ്യങ്ങൾ 10⁻100 ആണ് എന്ത്? ഗൂഗോൾ എന്ന് പറയുന്നത്. അപ്പൊ മില്യൺ എന്ന് പറയുന്നതോ? മില്യൺ നമുക്കറിയാം, നമ്മൾ പഠിച്ചാണ്. മില്യൺ, ട്രില്യൺ, ബില്യൺ അല്ലെ? അപ്പം 10⁻6 10⁻6 ഒന്നിന് ശേഷം 6 പൂജ്യങ്ങൾ വരുന്ന സംഖ്യയാണ് എന്ത്? മില്യൺ എന്ന് പറയുന്നത്. അതുപോലെ ബില്യൺ എന്ന് പറയുന്നത് 10⁻9. ഒന്നിന് ശേഷം 9 പൂജ്യങ്ങൾ വരുന്നത് ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഒന്നിന് ശേഷം 12 പൂജ്യങ്ങൾ വരുന്ന സംഖ്യകളെയാണ് സംഖ്യനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുക? ട്രില്യൺ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം ഒന്നിന് ശേഷം 100 പൂജ്യങ്ങൾ വരുന്ന സംഖ്യ എന്ന് പറയുന്നത് ഗൂഗോളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വരിയിൽ 12 പേർ വരുന്ന രീതിയിൽ 216 കുട്ടികളെ വരിവരിയായി നിർത്തിയിരിക്കുന്നു. ഒരു വരിയിൽ 12 പേർ വരുന്ന രീതിയിൽ 216 കുട്ടികളെ വരിവരി, നമ്മൾ അസംബ്ലിക്ക് നിർത്തുന്ന പോലെ 216 പിള്ളേരെ എങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഒരു വരിയിൽ എത്ര പേരുണ്ട്? 12 പേരുണ്ട്. ഓക്കെ, ഒരു വരിയിൽ 12 പേരുണ്ട്. ഓക്കെ, ഈ 12 പേര് ഓരോ വരിയിലും വെച്ച് 216 കുട്ടികളെ നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തം ടോട്ടൽ എത്ര വരികൾ ഉണ്ടാവും? ടോട്ടൽ 216 പിള്ളേരാണ് അല്ലെ? ഈ 216 പിള്ളേരെ ഓരോ വരിയിലും 12 പേര് വെച്ചാണെങ്കിൽ ടോട്ടൽ 216/12 എത്ര കിട്ടുക? 18 വരികളായിരിക്കും ഉണ്ടാവുക. റെഡി അല്ലേ? ടോട്ടൽ 18 വരികളാണ്. 18 × 12 ആണ് എന്ത്? 216. അപ്പൊ 18 വരികളായിട്ട് 12 പേരെ വെച്ച് 18 വരികളാണ് നമുക്കുള്ളത്. ഇനി വരികളുടെ എണ്ണം മാറാതെ, ഇത് 18 തന്നെയാണ്, 18 വരികൾ തന്നെയാണ്. ഇവരോടൊപ്പം എണ്ണം മാറാതെ കുറെ കുട്ടികളെ കൂടി ഇവരോടൊപ്പം നിർത്തി. ഓക്കെ, അതായത് ഈ കുട്ടികളുടെ ബാക്കിലോട്ട് എന്ത് ചെയ്തു? കുറച്ച് കുട്ടികളെ ആഡ് ചെയ്തു. ഓരോ വരിയിലും ഇപ്പോൾ 25 പേരായി. അപ്പം ഇവിടെ ഓൾറെഡി 12 പേരാണ് ഉണ്ടായിരുന്നത് ഒരു വരിയിൽ അല്ലെ? അപ്പൊ ഇവിടെ അഡീഷണൽ 25 പേര് മൊത്തമായി എന്ന് പറഞ്ഞാൽ മൊത്തം ഓരോ വരിയിലും എത്ര പേരായി? 13 പേരായി. ഓരോ വരിയിലും 13 പേരായി. ടോട്ടൽ എത്ര വരികളുണ്ട്? 18 വരികൾ. അപ്പൊ ടോട്ടൽ പിള്ളേരുടെ എണ്ണം ചോദിച്ചിട്ടുള്ള എന്താ? പുതുതായി വന്നത് എത്ര പേരുണ്ട്? പുതുതായി വന്നത് ഓരോ വരിയിലും 13 പേര്, മൊത്തം 18 വരി. ടോട്ടൽ എന്താണ്? 18 × 13 എന്ത് വരും? 234. 18 × 13 എത്രയാണ്? 234. അപ്പം ടോട്ടൽ പുതുതായിട്ട് വന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ്? 234. റെഡി അല്ലേ? അപ്പൊ അത് സിമ്പിൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻ വെച്ച് ചെയ്യേണ്ടതാണ്. കുറച്ച് അവർ നീട്ടി വലിച്ച് ചോദിച്ചു എന്ന് മാത്രം. പക്ഷെ എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു മൾട്ടിപ്ലിക്കേഷന്റെയും വരികളുടെ ആ ഒരു ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. അപ്പൊ അത് റെഡിയാണെന്ന് വിചാരിക്കുന്നു. അടുത്ത് തന്നിരിക്കുന്ന മാന്ത്രിക ചതുരത്തിൽ XYZ ഇവയുടെ വിലകൾ എന്ത്? XYZ അല്ലെ? മാജിക് ബോക്സ് ആണ് അല്ലെ? മാജിക് സ്ക്വയർ അല്ലെങ്കിൽ മാന്ത്രിക ചതുരം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമുക്ക് ഈ ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്താണ് ഒരു മാജിക് സ്ക്വയർ എന്ന് വെച്ചാൽ? കുത്തനെ കൂട്ടിയാലും വിലങ്ങനെ കൂട്ടിയാലും, അതായത് ആ ബോക്സിലുള്ള സംഖ്യകളെല്ലാം പരസ്പരം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ നമ്പർ ആയിരിക്കും കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് 10, 15 Z, 17, 13, 9, Y, X, 16 തന്നിട്ടുണ്ട് അല്ലെ? എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഒരു റോ മുഴുവനായിട്ടും തന്നിട്ടുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. എത്ര കൂട്ടിയാ കിട്ടുക? 17, 13, 30, 39, 39. അപ്പൊ നമുക്ക് മനസ്സിലായി ആ മാജിക് ബോക്സിലെ എല്ലാ കോളംസും റോസും കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടണം? 39 കിട്ടണം. അതിനനുസരിച്ച് ഞാൻ ഫില്ല് ചെയ്താൽ മതി. ഇവിടെ 10ഉം 15ഉം കൂട്ടിയാൽ എന്ത് കിട്ടും? 25 ആണ് അല്ലെ? അപ്പൊ ഇവിടെ 25, 39 കിട്ടാൻ സെഡ് ഞാൻ എന്തിട്ട് കൊടുക്കണം? 39 25 ഞാൻ മൈനസ് ചെയ്യുന്നു. സെഡിന്റെ വാല്യൂ എന്ത് വരും? 14 വരും. അപ്പൊ സെഡിന്റെ വാല്യൂ എന്താണ്? 14 ആണ്. സെഡിന്റെ വാല്യൂ 14. ഈ രണ്ട് ഓപ്ഷനിൽ ഏതോ ഒന്നാണ്. ഇതല്ല, സെഡിന്റെ വാല്യൂ ഇവിടെ 11ഉം 13ഉം ആണ് അല്ലെ? അത് രണ്ടും തെറ്റാണ്. ഇനി വൈന്റെ വാല്യൂ 10ഉം 17ഉം കൂട്ടിയാൽ 27.
അപ്പൊ വൈന്റെ വാല്യൂ എന്തായിരിക്കണം? 27 12 എന്താണ്? 39. അപ്പൊ വൈന്റെ വാല്യൂ എന്തായിരിക്കണം? 12. വൈന്റെ വാല്യൂ 12. അപ്പൊ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 11 ആയിരിക്കും. ആണോ? 15 13 28. അപ്പൊ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 11 ആയിരിക്കും. നമുക്ക് ടോട്ടൽ എന്താ കിട്ടേണ്ടത്? 39 ആണ് വരേണ്ടത്. അപ്പൊ ഓപ്ഷൻ ഏതായിരിക്കും? എ ആയിരിക്കും. എക്സിന്റെ വാല്യൂ 11, വൈന്റെ വാല്യൂ 12, സെഡിന്റെ വാല്യൂ എന്താണ്? 14. ഓക്കെ. അപ്പൊ മാജിക് ബോക്സ് അല്ലെങ്കിൽ മാന്ത്രിക ചതുരം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ ഏത് കോളം കൂട്ടിയാലും റോ കൂട്ടിയാലും എന്തായിരിക്കണം? ഒരേ ആൻസർ ആയിരിക്കണം, ഒരേ റിസൾട്ട് ആയിരിക്കണം നമുക്ക് വരേണ്ടത്. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ബോത്ത് മാസ് അപ്ലൈ ചെയ്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് അല്ലെ? നമ്മൾ ചെയ്ത് തന്നെയാണ്. ബോത്ത് മാസ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നു. 350 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 2 പ്ലസ് 28 മൈനസ് 3. റെഡി അല്ലേ? അപ്പൊ ബോത്ത് മാസ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ട പ്രയോറിറ്റി ആർക്കാണ്? ബ്രാക്കറ്റ്. ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഒന്നുമില്ല. ബ്രാക്കറ്റ് ഓഫ്, പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ അല്ലെ? ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പൊ നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഡിവിഷൻ ആണ്. ഓക്കെ. സോ ഡിവിഷൻ 350 ഡിവൈഡഡ് ബൈ 7 എന്തായിരിക്കും? 50 ആണ് അല്ലെ? 350 7 കൊണ്ട് ഹരിച്ചാൽ 50 ആണ്. ഇൻറ്റു 2 പ്ലസ് 28 മൈനസ് 3. ഇനി അടുത്തത് ഏത് പ്രയോറിറ്റി? ഡിവിഷൻ കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ 50 ഇൻറ്റു 2 എന്ത് വരും? 100 പ്ലസ് 28 മൈനസ് 3. ഇനി അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്താൽ മതി. ഇനി വേറെ ഓപ്പറേഷൻ ഒന്നുമില്ല. 100 28 128 128 3 കുറച്ചാൽ എന്ത് വരും? 125. അപ്പൊ നമ്മുടെ ഓപ്ഷൻ അതായിരിക്കും എ ആയിരിക്കും ആൻസർ. ഓക്കെ. ഇതിപ്പോ ഡയറക്റ്റും ബോത്ത് മാസ് അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലം ആണ്. ബോത്ത് മാസ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ആ റൂളിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓപ്പറേഷൻസിന് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ. സോ നമുക്ക് ആ ക്വസ്റ്റ്യൻ റെഡിയാണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 11 ഇൻറ്റു 485? 11 ഇൻറ്റു 485 മൈനസ് 485. ഇത് ചെയ്യാൻ ഒരു സെക്കൻഡ് പോലും നമുക്ക് ആവശ്യമില്ല അല്ലെ? ഇത് ഓരോന്നായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതാണ്. ഇവിടെ രണ്ടവിടെയും എനിക്ക് എന്ത് ചെയ്യാം? ഒരു 485 എനിക്ക് കോമൺ ആയിട്ട് എടുക്കാം. 485 കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ 485 പോയാൽ ബാക്കി 11 മൈനസ് ഇവിടുന്ന് 485 പോയാൽ 485 ഇൻറ്റു 1 ആണ് 485 അല്ലെ? അപ്പൊ അവിടെ നിന്ന് 485 ഞാൻ എടുത്താൽ അവിടെ ബാലൻസ് ആരായി? 1 ആയി. അതായത് 485 ഇൻറ്റു 11 1 കുറച്ചാൽ എന്താ കിട്ടുക? 10 അല്ലെ? അപ്പൊ 485 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 4800. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു 0 ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ പോരെ. അപ്പൊ എന്ത് വരും? 4850. ഓക്കെ അല്ലെ? നമ്മുടെ ആൻസർ ഏതായിരിക്കും? 4850. റെഡി അല്ലേ? അപ്പൊ ഇതൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റ്യൻസുകളാണ്. അടുത്തത് 3ന്റെ ഗുണിതമാണ് അല്ലെ? 3ന്റെ ഗുണിതമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഒരു സംഖ്യ 3ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ആ സംഖ്യയിലെ അക്കങ്ങളുടെ തുക എടുക്കുന്നു. ആ തുക 3ന്റെ ഗുണിതമാവണം. റെഡി അല്ലേ? അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 5324 ആണ്. ഈ സംഖ്യ 3ന്റെ ഗുണിതമാണ് അല്ലെ? അപ്പം നമുക്കറിയാം ഇതിലെ എല്ലാ അക്കങ്ങളുടെയും തുക എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാവണം. അപ്പം എയുടെ സ്ഥാനത്ത് വരുന്ന അക്കം ഏത്? അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതുവരെയുള്ളത് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 5 3 8 2 10 4 14. ഇനി ഓപ്ഷൻ ഇട്ട് കൊടുക്കുക. ഫസ്റ്റത്തെ ഓപ്ഷൻ അതാണ് 7 ആണ് അല്ലെ? 14ഉം 7ഉം കൂട്ടിയാൽ ഈ 7യുടെ സ്ഥാനത്ത് ഞാൻ 7 ഇട്ട് കൊടുത്താല് 14 പ്ലസ് 7 എന്ത് വരും? 21. 21 എന്ന് പറയുന്നത് എന്താണ്? 3ന്റെ ഗുണിതമാണ്. റെഡി അല്ലേ? അപ്പം ഏത് വരാം? 7 വരാം. കുഴപ്പമില്ലല്ലോ. അപ്പൊ 14 കിട്ടി. 3ന്റെ ഗുണിതം നമ്മൾ എങ്ങനെ പരിശോധിക്കാന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമായിരിക്കണം. ഇനി ഇവിടെ 8 ഇട്ട് കൊടുത്താൽ റെഡിയാവോ? 14 8ഉം 22 ആണ് വരിക. റെഡിയാവില്ല. 9 ഇട്ട് കൊടുത്താൽ 23 ആണ് വരിക. റെഡിയാവില്ല. 0 ഇട്ട് കൊടുത്താൽ 14 തന്നെയാണ് വരിക. 3ന്റെ ഗുണിതമല്ല. അപ്പോൾ നമ്മളിവിടെ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ എ 7 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരിക? ഇട്ട് കൊടുക്കേണ്ടി വരിക. റെഡി അല്ലേ? അപ്പൊ 3ന്റെ ഗുണിതമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് എഗെയിൻ എന്തെന്നെയാണ്? ബോത്ത് മാസ് തന്നെയാണ് അല്ലെ? 36 മൈനസ് 2 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 4. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യണം? ആദ്യം എഗെയിൻ നമുക്കറിയാം ബോത്ത് മാസില് ആദ്യം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഡിവിഷൻ ആണ് അല്ലെ? ഹരണത്തിനാണ് ആദ്യം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ഹരണം വരുന്നത് എവിടെയാ? ഇവിടെയാണ്. 8 ഡിവൈഡഡ് ബൈ 4 ആണ് അല്ലെ? 8 ഡിവൈഡഡ് ബൈ 4 നമുക്കറിയാം 36 മൈനസ് 2 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 4 2. ഇനി നമ്മൾ കൊടുക്കേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഡിവിഷൻ കഴിഞ്ഞു. ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ. 36 മൈനസ് 2 ഇൻറ്റു 2 എന്ത് വരും? 4. 36 മൈനസ് 4 32 വരും.
റെഡി അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 32 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇത് ലാസ്റ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 32. ബോത്ത് മാസ് അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ പൂജ്യത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഏത്? റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ പൂജ്യത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം. നമ്മൾ റോമൻ നമ്പേഴ്സ് എടുത്തതാണ് അല്ലെ? റോമൻ നമ്പേഴ്സ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ് റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ എന്തില്ല? പൂജ്യത്തെ സൂചിപ്പിക്കാൻ ഒരു സംഖ്യയില്ല അല്ലെ? റോമൻ സംഖ്യാ സമ്പ്രദായം എന്ന് പറയുന്നത് 7 ആധാരമാക്കിയിട്ടുള്ള നമ്പർ സിസ്റ്റം ആണ്. അവിടെ LCDMIVX അങ്ങനെ 7 സംഖ്യകളാണുള്ളത്. പൂജ്യത്തെ സൂചിപ്പിക്കാൻ അവിടെ ചിഹ്നം ഇല്ല. റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എല്ലും സിയും എമ്മും എന്തായിരുന്നു? എൽ എന്ന് പറഞ്ഞാൽ 50 ആണ്, സി എന്ന് പറഞ്ഞാൽ സെഞ്ചുറി 100 ആണ്, എം 1000 ആണ്, ഇതിന്റെ ഇടയിൽ ഒരാൾ കൂടിയുണ്ട്, ഡി എന്ന് പറയുന്നത് എന്താണ്? 500 ആണ് അല്ലെ? ഇത്രയും നമ്പറുകളാണ്. പിന്നെ നമുക്കുള്ളത് ആരൊക്കെയാണ്? ഐ എന്ന് പറഞ്ഞാൽ 1, വി 5, എക്സ് എന്ന് പറഞ്ഞാൽ 10. റെഡി അല്ലേ? ഇങ്ങനെ 7 നമ്പർ സിസ്റ്റംസ് ആണ്, 7 സംഖ്യകളാണ് എവിടെ ഉള്ളത്? റോമൻ സംഖ്യാ സമ്പ്രദായത്തിലുള്ളത്. അവിടെ പൂജ്യത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഇല്ല. ക്ലിയർ അല്ലേ? അപ്പൊ പൂജ്യത്തെ സൂചിപ്പിക്കാൻ റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ എന്തില്ല? സംഖ്യകളില്ല. റെഡി അല്ലേ? അപ്പൊ റോമനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഇനി അടുത്തത് ഒരു നമ്പർ തന്നിട്ടുണ്ട് അല്ലെ? 5234 × 8572 എന്ന സംഖ്യയെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര? അപ്പോൾ ഒരു സംഖ്യ തന്നു കഴിഞ്ഞാൽ അതിനെ 5 കൊണ്ട് ഹരിച്ചാൽ എന്ത് ശിഷ്ടം കിട്ടും എന്ന് നോക്കാൻ ഇപ്പൊ നമ്മൾ എടുത്ത 38. ആ 38നെ 5 കൊണ്ട് ഹരിച്ചാൽ എനിക്ക് ശിഷ്ടം എന്താ കിട്ടുക? 38 5-ൽ എത്ര പ്രാവശ്യം പോകും? 7 തവണ പോകും. 7 × 5 35. ശിഷ്ടം എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും അല്ലെ? 38നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് പറയാം 7 പ്രാവശ്യം പോകും, 35. ശിഷ്ടം എന്തായിരിക്കും? 3 ആയിരിക്കും. ഏതൊരു സംഖ്യനെയും 5 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അതിന്റെ അവസാന അക്കം കൊടുക്കുക. അതിന്റെ അവസാന അക്കം യൂണിറ്റ് ഡിജിറ്റിൽ അക്കം എടുത്തു കഴിഞ്ഞാൽ ആ അക്കത്തെ 5 കൊണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ 5 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം കിട്ടാൻ എനിക്ക് എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക, അവസാന അക്കം എടുക്കുക, അതിനെ 5-ൽ നിന്നും കുറയ്ക്കുക. അപ്പൊ 8 - 5 3 ആയിരിക്കും. എന്ത്? 38നെ 5 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം. റെഡി അല്ലേ? ഇനിയിപ്പോ 32 ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ എന്താ പ്രശ്നം വരിക? 32നെ 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം അവസാനക്കാര 2 ആണ് അല്ലെ? 2 5-ൽ പോവില്ല. റെഡി അല്ലേ? 2നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പൊ ശിഷ്ടം എന്തെന്നെയാണ് വരിക? 2 തന്നെയാണ് വരിക. കൺഫ്യൂഷനിലല്ല. 32നെ 5 കൊണ്ട് ഹരിച്ചാൽ 6 തവണ പോകും. 6 തവണ പോയി കഴിഞ്ഞാൽ ശിഷ്ടം എന്താ വരിക? 2 ആണ് വരിക. ഓക്കെ, അപ്പം ഏത് സംഖ്യ ആണെങ്കിലും അതിനെ 5 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുന്നു, അതിനെ 5-ൽ നിന്നും കുറയ്ക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുവാണ്. 7128നെ 5 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എന്തായിരിക്കും? അവസാന ഡിജിറ്റ് 8 ആണ് അല്ലെ? 8നെ 5-ൽ നിന്ന് മൈനസ് ചെയ്താൽ ആൻസർ എന്ത് വരും? 3 വരും. റെഡി അല്ലേ? ഇനി ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കിയേ. 5234 × 8572 വലിയൊരു നമ്പറാണ് അല്ലെ? 2 നമ്പറിന്റെ പ്രൊഡക്റ്റ് ആണ്. പക്ഷെ നമുക്ക് എന്ത് മാത്രം മതി? അവസാന അക്കം മാത്രം മതി. അവസാന അക്കം കിട്ടിക്കഴിഞ്ഞാൽ അതിന് 5-ൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ആൻസർ ആയി. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 4 × 2. റെഡി അല്ലേ? ഇത് നമ്മൾ ഗുണിക്കുന്ന സമയത്ത് യൂണിറ്റ് ഡിജിറ്റിൽ അവസാന അക്കം ആരായിരിക്കും വരിക? 4 × 2. 4 × 2 എന്താ വരിക? 8 അല്ല? ഇനി ലാസ്റ്റ് ഡിജിറ്റ് 8 ആണെങ്കിൽ 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം കാണാൻ 8-ൽ നിന്നും 5 മൈനസ് ചെയ്യുന്നു. ആൻസർ എന്ത് വരും? 3 വരും. ഓപ്ഷൻ സി 3 ആയിരിക്കും അതിന്റെ ആൻസർ. റെഡി അല്ലേ? അപ്പൊ ഏതൊരു സംഖ്യ ആണെങ്കിലും അതിനെ 5 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യനെ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുന്നു, യൂണിറ്റ് ഡിജിറ്റ് എടുക്കുന്നു, അതിനെ 5-ൽ നിന്നും കുറയ്ക്കുന്നു, സംഖ്യ എഴുതുന്നു. റെഡി അല്ലേ? അപ്പം ആ രീതിക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. കാറ്റഗറി 2-ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1 മില്യണ് തുല്യമല്ലാത്തത് ഏത്? 1 മില്യണ് തുല്യമല്ലാത്തത് ഏത്? 1 മില്യൺ എന്ന് പറഞ്ഞാൽ എന്താ? 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10⁻6 ആണ് അല്ലെ? അതായത് 10 ലക്ഷം. 1 കഴിഞ്ഞാൽ 6 പൂജ്യങ്ങളുള്ള സംഖ്യയാണ് എന്ത്? 1 മില്യൺ. ഓക്കെ, അപ്പൊ 1 കഴിഞ്ഞാൽ ഇവിടെ 6 പൂജ്യങ്ങൾ വരണം. 10⁻6 ആണ് മില്യൺ. റെഡി അല്ലേ? ഇനി ഓപ്ഷനിലോട്ട് പോവാം. ഫസ്റ്റ് ഓപ്ഷൻ 10⁻6 ശരിയല്ലേ? 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്. ഓക്കെ ആണ്, അപ്പൊ അത് ശരിയാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് തുല്യമല്ലാത്തത് ഏത് എന്നാണ്. ഇനി ഇവിടെ 1 കഴിഞ്ഞാൽ എത്ര പൂജ്യം ഉണ്ടാവും? ഇവിടെ 3 പൂജ്യം, ഇവിടെ 3 പൂജ്യം. ടോട്ടൽ എത്ര പൂജ്യം ഉണ്ടാവും? 6 പൂജ്യം ഉണ്ടാവും. അപ്പോ
1 കഴിഞ്ഞിട്ട് 6 പൂജ്യം ഉണ്ട്, അതായത് 10⁶ തന്നെയാണ്, മില്യൺ തന്നെയാണ്. റെഡി അല്ലേ? 10 ലക്ഷം. ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 10 ലക്ഷം തന്നെയാണ് അല്ല. ഇനി 100 കോടി. 100 കോടി എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞാൽ എത്ര പൂജ്യം വേണം? 9 പൂജ്യം വേണം. 100 കോടി എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞാൽ എത്ര പൂജ്യം ഉണ്ടാവും? 9 പൂജ്യം. ഈ 10⁹ എന്ന് പറയുന്നത് എന്താണ്? ബില്യൺ ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ അതായിരിക്കും തുല്യമല്ലാത്തത്. ഇത് ബില്യൺ ആണ്. ലാസ്റ്റ് ഓപ്ഷൻ ഏതാണ്? ബില്യൺ ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 1 മില്യണ് തുല്യമല്ലാത്തത് ഏത്? ആരായിരിക്കും? ഓപ്ഷൻ ഡി, 100 കോടി ആയിരിക്കും. ഓക്കെ, അപ്പം മില്യണ് തുല്യമായതാണ് 10⁶. 100 × 100 10 × 1000 10 ലക്ഷം എന്ന് പറയുന്നതൊക്കെ. റെഡി അല്ലേ? ഇത് നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുള്ള മില്യൺ, ട്രില്യൺ, ബില്യൺ, ഗൂഗിൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡയറക്റ്റ് ആണ് അല്ലെ. നമ്മൾ ഫസ്റ്റ് നമ്പേഴ്സിൽ അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ അല്ലെ. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രൈം നമ്പർ. താഴെ തന്നിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 121 അഭാജ്യാണോ? 121 അഭാജ്യാണോ നോക്കാൻ 121ന് 1ഉം 121 അല്ലാതെ വേറെ ഘടകങ്ങൾ ഉണ്ടോ നോക്കിയാൽ മതി അല്ലെ. നമുക്കറിയാം 121 എന്ന് പറയുന്നത് 11² ആണ് 121. അപ്പൊ 121ന്റെ ഒരു ഘടകം ആരാണ്? 11 ആണ് അല്ല. അപ്പൊ 121 അഭാജ്യാവോ? ഇല്ല. കാരണം 121ന്റെ ഘടകങ്ങൾ 1ഉം 11ഉം 121 ആണ്. റെഡി അല്ലേ? ഇനി 51ന്റെ അവസ്ഥ എന്താ? 51 എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവിസിബിലിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡിവിസിബിലിറ്റി പഠിക്കുന്നവിടെ ഈ അക്കങ്ങളുടെ തുക എനിക്ക് എന്താ കിട്ടുക? 6 ആണ് കിട്ടുക അല്ലെ. 6 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതല്ലേ. അപ്പൊ 51 എന്ന് പറയുന്നത് എന്തിന്റെ ഗുണിതാണ്? 3ന്റെ ഗുണിതമാണ്. 3ന്റെ ഗുണിതമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 51ന്റെ ഒരു ഘടകമാണ് 3. റെഡി അല്ലേ? അപ്പൊ 51 അഭാജ്യാവോ? കാരണം എന്താ? 51ന് ഓൾറെഡി ഒരു ഘടകമായി അല്ലെ. 1 വന്നു, 3 വന്നു, 51 വന്നു. അപ്പൊ 51 എന്ന് പറയുന്നത് അഭാജ്യല്ല. 97. ഈ 97ന്റെ പ്രത്യേകതയൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലെ. ഏറ്റവും വലിയ 2 അക്ക അഭാജ്യ സംഖ്യ, 100ന് തൊട്ട് താഴെയുള്ള ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ ആരാണ്? 97 ആണ്. അപ്പൊ 97 അഭാജ്യല്ലേ? 97 ആണ് ഈ തന്നിട്ടുള്ളതിൽ എന്ത് അഭാജ്യ സംഖ്യ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി 117ന്റെ അവസ്ഥ എന്താ? 117 ആരുടെയെങ്കിലും ഗുണിതമായിരിക്കോ? നമ്മൾ ഏത് സംഖ്യ കണ്ടാലും ഗുണിതമാണോ നോക്കാൻ നമ്മൾ ഫസ്റ്റ് നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ടത് 3ഉം 9ഉം ആണ്. കാരണം നമുക്ക് എളുപ്പം നോക്കാൻ പറ്റുന്നതാണ് അല്ലെ. 3ന്റെയും 9ന്റെയും നമുക്ക് എളുപ്പം നോക്കാം. എങ്ങനെ? അക്കങ്ങൾ തമ്മിൽ പരസ്പരം കൂട്ടിയാൽ മതി. അപ്പൊ ഇവിടെ കൂട്ടി നോക്കുമ്പോൾ എനിക്ക് 7ഉം 2ഉം 1 1 2 2 7 എന്താ വരിക? 9 ആണ് വരിക. അപ്പം ഈ 117 എന്ന് പറയുന്നത് 9ന്റെ എന്താണ്? ഗുണിതം ആണ്. അപ്പൊ അവിടെ ഒരു ഘടകം ആര് വന്നു? 9 വന്നു. അപ്പൊ ഇതും എന്തല്ല? അഭാജ്യല്ല. അപ്പൊ നമ്മുടെ ആൻസർ അതായിരിക്കും 97 ആണ്. ഓക്കെ, 97 ആണ് ഏറ്റവും വലിയ 2 അക്ക അഭാജ്യ സംഖ്യ. അതുപോലെ 100ന് താഴെയുള്ള ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ ആരാണ്? 97 ആണ്. റെഡി അല്ലേ? അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ അഭാജ്യ സംഖ്യ ആയത് ഏത് അല്ലെങ്കിൽ പ്രൈം നമ്പർ ആയത് ഏത്? ഏതായിരിക്കും? 97 ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 5 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യയിൽ നിന്നും 4 അക്കമുള്ള ഏറ്റവും വലിയ ഇരട്ട സംഖ്യ. 5 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ. 5 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ആരായിരിക്കും? 5 അക്കങ്ങൾ വരണമെങ്കിൽ ഏറ്റവും ചെറുതായിട്ട് നമ്മൾ എന്ത് എഴുതണം? 10,000 അല്ലെ. 1000 കഴിഞ്ഞ് 1001 1002 അങ്ങനെ പോയി 9999 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആരാണ്? 10,000. റെഡി അല്ലേ? അപ്പം ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ എന്ന് പറയുന്നത് 10,000 ആണ്. 10,000 കഴിഞ്ഞാൽ പിന്നെ 1001 1002 പിന്നെ വലുതായിട്ട് പോവാണ് അല്ലെ. 4 അക്കമുള്ള ഏറ്റവും വലിയ ഇരട്ട സംഖ്യ. 4 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ ആരാ? 9999 ആണ് അല്ലെ. ഏറ്റവും വലിയ ഇരട്ട സംഖ്യ ആരായിരിക്കും? 8 ആയിരിക്കും. ഇത് കഴിഞ്ഞ് വരുന്ന സംഖ്യയാണ് 10,000. റെഡി അല്ലേ? അപ്പം ഇവിടെ എന്ത് വരും? 9998. ഇതാണ് ഏറ്റവും വലിയ 4 അക്കങ്ങളുള്ള ഇരട്ട സംഖ്യ. റെഡി അല്ലേ? ഇത് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തായിരിക്കും കിട്ടുക? 2 ആയിരിക്കും കിട്ടുക അല്ലെ. അപ്പൊ ഏറ്റവും ചെറിയ സംഖ്യ 5 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യയിൽ നിന്നും 4 അക്കമുള്ള ഏറ്റവും വലിയ ഇരട്ട സംഖ്യ കുറച്ചാൽ എനിക്ക് ആൻസർ എന്തായിരിക്കും കിട്ടുക? 2 ആയിരിക്കും കിട്ടുക. റെഡി അല്ലേ? അപ്പം ഈ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ, ഏറ്റവും വലിയ 3 അക്ക സംഖ്യ, ഏറ്റവും വലിയ 4 അക്ക സംഖ്യ, 5 അക്ക സംഖ്യ, ഏറ്റവും ചെറിയ അതുപോലെ 4 അക്കങ്ങളുള്ള ഇരട്ട സംഖ്യ, ഒറ്റ സംഖ്യ, അതെല്ലാം ഒന്ന് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. അതിങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തു വെക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതിന്റെ ആൻസർ എന്തായിരിക്കും? 2 ആയിരിക്കും. റെഡിയാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇതും എന്തെന്നെയാണ്? ബോത്ത് മാസ് വെച്ച് ചെയ്യേണ്ട ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിട്ടുള്ളത് 30 സ്റ്റാർ 6 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ 15.
ഇവിടെ ഈ സ്റ്റാറിന് പകരം ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതൊക്കെയൊക്കെ ഇട്ടുകൊടുത്താൽ എനിക്ക് എന്ത് കിട്ടണം? ഉത്തരം 0 ആകണം. ഓക്കെ, ഉത്തരം എന്ത് കിട്ടണം? 0 ആവണം. അപ്പം ഈ സ്റ്റാറിന് പകരം ഈ ഓർഡറിൽ ഞാൻ എന്ത് ചെയ്യണം? ആ ഓപ്പറേഷൻസ് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റത്തെ ഓപ്പറേഷൻ ഇട്ട് കൊടുക്കുകയാണ്. ഫസ്റ്റുള്ള ഓർഡർ ഇതാണ്, ഡിവിഷൻ മൈനസ് ഇൻറ്റു പ്ലസ്. ഈ 4 ഓപ്പറേഷൻ ഇതേ ഓർഡറിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ 30. ആദ്യത്തെ സ്റ്റാറിന് പകരം ഡിവിഷൻ 6, അടുത്ത സ്റ്റാറിന് പകരം മൈനസ് 4, അടുത്ത സ്റ്റാറിന് പകരം ഇൻറ്റു 5, അടുത്ത സ്റ്റാറിന് പകരം പ്ലസ് 15. റെഡി അല്ലേ? ഇനി ഒന്ന് ചെയ്താൽ മതി. ഇനി നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്താണ്? ഡിവിഷൻ ആണ് അല്ലെ? അപ്പൊ ഡിവിഷൻ 30 ഡിവിഷൻ 6 5 വരും. മൈനസ് 4 ഇൻറ്റു 5 പ്ലസ് 15. ഇനി ആർക്കാ കൊടുക്കേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഡിവിഷൻ കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 5. അപ്പൊ എന്ത് വരും? 5 മൈനസ് 4 ഇൻറ്റു 5 എന്ത് വരും? 20 പ്ലസ് 15. ഇനി അങ്ങോട്ട് ചെയ്താൽ പോരെ? 5 ന്ന് 20 കുറച്ചാൽ മൈനസ് 15. എങ്ങനെ നമ്മൾ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ചെയ്യുക? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുന്നു, വലുതിന്റെ ചിഹ്നം ഇടുന്നു. വലിയ സംഖ്യ 20 ആണല്ലോ. 20 ന്ന് 5 കുറച്ചാൽ എന്ത് കിട്ടും? 15. വലിയ സംഖ്യയുടെ ചിഹ്നം മൈനസ്. അപ്പൊ മൈനസ് 15 പ്ലസ് 15 എന്ത് വരും? 0 വരും അല്ലെ? മൈനസും പ്ലസും വെട്ടിപ്പോയി, ലാസ്റ്റ് ആൻസർ എന്ത് വരും? 0 വരും. അപ്പോൾ നമ്മളുടെ ഭാഗ്യത്തിന് ഫസ്റ്റ് ഓപ്ഷൻ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് എന്ത് കിട്ടി? 0 കിട്ടി അല്ലെ? ഇനിയിപ്പോ ഇൻ കേസ് ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ഓപ്ഷൻ ഇതേ ഓർഡറിൽ ഇട്ട് കൊടുക്കുക. ബോത്ത് മാസ് വേഗം അപ്ലൈ ചെയ്യുക. നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നുണ്ടോ നോക്കുക, 0 കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഏത് ഓർഡറിലാണ് നമുക്ക് തന്നിട്ടുള്ള അതേ ഓർഡർ, ഇതൊക്കെ ബോത്ത് മാസിന്റെ അപ്ലൈഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ആ തന്നിരിക്കുന്ന ഓർഡറിൽ നമ്മൾ ആ സ്റ്റാറിന് പകരം ഓരോ ഓപ്പറേഷൻസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നു. ബോത്ത് മാസിന്റെ പ്രയോറിറ്റി ആ റൂള് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. റെഡി അല്ലേ? അപ്പൊ ബോത്ത് മാസ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, 777 ഈ രീതിയിൽ 10 സംഖ്യകൾ വരെ എഴുതി എല്ലാ സംഖ്യകളുടെയും തുക കണ്ടാൽ 100ന്റെ സ്ഥാനത്ത് വരുന്ന അക്കം ഏത്? 7 നമുക്ക് ഏതൊക്കെയാ കൂട്ടേണ്ടത്? 7, 77, 777, അടുത്ത ഏതായിരിക്കും? 7777. അങ്ങനെ പോയി ലാസ്റ്റ് 10 സംഖ്യകൾ അല്ലെ? 10 സംഖ്യകൾ എന്ന് പറഞ്ഞാല് ഇവിടെ എത്ര 7 ഉണ്ടാവും? 10 7 ഉണ്ടാവും. ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. റെഡി അല്ലേ? അപ്പൊ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 100ന്റെ സ്ഥാനത്ത് വരുന്ന അക്കമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ? ഇത് 100ന്റെ സ്ഥാനത്ത് വരുന്ന അക്കം കാണാൻ ഈ 1ന്റെ സ്ഥാനത്ത് ആരായിരിക്കും വരിക? നമുക്ക് എളുപ്പം പറയാം. കാരണം എന്താ? 7 + 7 + 7 കൂട്ടി മൊത്തം എത്ര സംഖ്യയുണ്ട്? 10 സംഖ്യകളുണ്ട് അല്ലെ? 10 സംഖ്യകളാണ് ഇവിടെ ഉള്ളത്. ഈ 10 പ്രാവശ്യമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? 7 കൂട്ടേണ്ടത്. 7, 14, 21, 28, 35, 42 അങ്ങനെ പോയി 10 തവണ 7 കൂട്ടണം അല്ലെ? 10 തവണ 7 കൂട്ടുക എന്ന് പറഞ്ഞാൽ അത് 7 × 10 അല്ലേ? അപ്പം 7 × 10 എന്താ വരിക? 70. അപ്പം ഈ എല്ലാ 7ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 70 ആണ്. നമ്മൾ സാധാരണ കൂട്ടുന്ന പോലെ 70ന് പകരം ഞാൻ അവിടെ എന്തിട്ടു? 0 ഇട്ടു. ബാക്കി ശിഷ്ടം 7. റെഡി അല്ലേ? ഇനി തൊട്ടിപ്പുറത്തോട്ട് വന്നു. സാധാരണ നമ്മൾ കൂട്ടുന്ന പോലെ കൂട്ടുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് 70 കിട്ടി. 0 ഞാൻ ഇവിടെ ഇട്ട്, 7 ഞാൻ ഇവിടെ ബാക്കി വെച്ചു. ഇനി ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? 7 7 7 7 മൊത്തം എത്ര 7 ഉണ്ട്? 9 7ആണുള്ളത് അല്ലെ? 10 ആയിരുന്നു ഇവിടെ വന്നപ്പോൾ അത് 9 ആയി. 9 7 കൂട്ടിയാൽ എനിക്ക് എന്ത് കിട്ടും? 9 7 63. 9 × 7 63. ഇവിടെ ഞാനൊരു 7 ബാക്കി വെച്ചിട്ടുണ്ടല്ലോ. ആ 63ഉം ആ 7ഉം കൂടി ഞാൻ ആഡ് ചെയ്തു. 63ഉം 7ഉം 70. വീണ്ടും ഞാൻ അവിടെ ആര് വെച്ചു? ഒരു 7 ശിഷ്ടം വെച്ചു. ഓക്കെ, ഇനി ഇവിടെ എനിക്ക് എന്തായിരിക്കും? ഇവിടെ എനിക്ക് എത്ര 7 കിട്ടും? 8 7 ആണ് കിട്ടുക. 10 ആദ്യമായിരുന്നു, പിന്നെ 9, പിന്നെ 8. 8 × 7 56 അല്ലെ? 56ഉം ഈ 7ഉം കൂടി ശിഷ്ടം വെച്ചത് 7ഉം കൂടി കൂട്ടിയാൽ 63. ബാക്കി ശിഷ്ടം 6 അല്ലെ? ഇനി നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ്? 100ന്റെ സ്ഥാനത്ത് വരുന്ന അക്കമാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് 100ന്റെ സ്ഥാനത്ത് വരുന്നത്? 3 ആണ്. റെഡി അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ ഏതായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. മൈൻഡിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണിത്. അവസാന ഡിജിറ്റ് നമുക്ക് വേഗം കിട്ടും. 7 × 10 10 എണ്ണമാണ് കൂട്ടേണ്ടത് അല്ലെ? അപ്പൊ അവസാന ഡിജിറ്റ് 7 × 10 70 ആണ്. 0 ഇട്ടു, ശിഷ്ടം 7 ആണ്. അപ്പൊ ആ തൊട്ടടുത്ത സ്ഥാനത്ത് വരുന്നത്, തൊട്ടിപ്പുറത്തെ സ്ഥാനത്ത് വരുന്നത് 9 7 വരുന്നുള്ളൂ. അപ്പൊ 9 7 63, 7ഉം 70. വീണ്ടും 0,
വീണ്ടും 7 ശിഷ്ടം വന്നു. പിന്നെ വരുന്നത് 8 7 അല്ലെ. 8 7 56, 56 7 63, 63 പകരം നമ്മൾ എന്ത് എഴുതുള്ളൂ? 3 എഴുതുന്നു. ബാക്കി 6 ശിഷ്ടം. അത് നമുക്ക് ആവശ്യമില്ല. 100ന്റെ സ്ഥാനത്ത് ആരായിരിക്കും വരിക? 3 ആയിരിക്കും വരിക. റെഡി അല്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി 3 ആയിരിക്കും വരിക. ഇനി നമ്പർ ഓഫ് ഫാക്ടേഴ്സ് അല്ലെ, ഘടകങ്ങളുടെ എണ്ണം. ഘടകങ്ങളുടെ എണ്ണം നമുക്ക് കാണാൻ അറിയാലോ. ഘടകങ്ങളുടെ എണ്ണം ഏത് അഭാജ്യ ഗുണിതങ്ങളുടെ രൂപത്തിലാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ ആ സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എന്ത് ചെയ്യാം? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ തന്നിട്ടുള്ളത് 5 സ്ക്വയർ ഇൻറ്റു 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ അല്ല. അപ്പൊ ഇവിടെ ആദ്യം നോക്കേണ്ടത് താഴെ എല്ലാ അഭാജ്യ സംഖ്യ ആണോ എന്നാണ്. 5ഉം 2ഉം 3ഉം ആണ്, അഭാജ്യ സംഖ്യകളാണ്, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ സംഖ്യയുടെ പവർ എത്രയാണ്? 2 അല്ലെ. അതിനോടൊപ്പം 1 കൂട്ടുന്നു. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാം? ആദ്യത്തെ സംഖ്യയുടെ പവർ 2, അതിനോടൊപ്പം 1 കൂട്ടുന്നു 3 ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ ആരാ? 2 ആണ് അല്ലെ. അതിന്റെ പവർ 3, അതിനോടൊപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? 1 കൂട്ടുന്നു ഇൻറ്റു അടുത്ത സംഖ്യ 3 ആണ്, പവർ എത്രയാണ്? 2 ആണ്, 1 കൂട്ടുന്നു. അപ്പം 2 1 കൂട്ടിയാൽ 3, 3 1 കൂട്ടിയാൽ 4, 2 1 കൂട്ടിയാൽ 3. ഇനി ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3 × 4 12 × 3 36. അപ്പൊ നമ്മുടെ ആൻസർ അതായിരിക്കും 36 ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇത് ബേസിക്കലി ഒരു സംഖ്യ തന്നു കഴിഞ്ഞാൽ, അഭാജ്യ ഗുണിതങ്ങൾ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഘടകങ്ങളുടെ എണ്ണം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അഭാജ്യ ഗുണിതങ്ങളായിട്ട് എഴുതുന്നു. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഈ സംഖ്യകളെല്ലാം അഭാജ്യ സംഖ്യകളാണോ അല്ലെങ്കിൽ പ്രൈം നമ്പർ ആണോ എന്ന് നോക്കാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഓരോന്നിന്റെയും പവർ എടുക്കുന്നു, 1 കൂട്ടുന്നു, എല്ലാം തമ്മിൽ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. റെഡി അല്ലേ? അത്രയേ ഉള്ളൂ. അവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 1510 ആണ് അല്ലെ. അപ്പൊ 1510നെ 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് നമുക്ക് എഴുതണം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ ഇത്, ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ വിച്ച് വൺ ഈസ് ദി ലാർജസ്റ്റ്. റെഡി അല്ല? അപ്പൊ 1510നെ എനിക്ക് ആദ്യം എന്ത് എഴുതണം? 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനങ്ങളായിട്ട് എഴുതണം അല്ല. 1510നെ ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ആരാ? ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. കാരണം എന്താ? 1510 ഇരട്ട സംഖ്യയാണ് അല്ലെ. അപ്പൊ എനിക്ക് ഉറപ്പായിട്ടും ഏതുകൊണ്ട് ഹരിക്കാം? 2 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്തായിരിക്കും വരിക? 7 2 14, 11 5, ബാക്കി 1 ശിഷ്ടം, 10 5, 755 ആണ് വരിക അല്ലെ. വീണ്ടും എനിക്ക് 755നെ ഹരിക്കാൻ പറ്റുന്ന നമ്പർ ആരാ? 5 ആണ് അല്ലെ. 5ൽ ഹരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരിക 1 25 5 151. റെഡി അല്ലേ? അപ്പൊ 2 × 5 × 151 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം ആണ് എന്ത്? 1510. റെഡി അല്ലേ? ആ അഭാജ്യ സംഖ്യകൾ ആരൊക്കെയാണ്? 2ഉം 5ഉം 151. അവയിൽ ഏറ്റവും വലുത് ആരാണ്? 151. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ എ 151. റെഡി അല്ലേ? അപ്പൊ 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം ആയിട്ട് നമ്മൾ എഴുതി 1510നെ 3 അഭാജ്യ സംഖ്യകളുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി. ആ എഴുതിയതിൽ ഏറ്റവും വലുത് ആരായിരിക്കും? 151 ആണ്. അപ്പോൾ ഓപ്ഷൻ ആയിരിക്കും ഏതായിരിക്കും? എ ആയിരിക്കും, 151. റെഡി അല്ലേ? അടുത്തതിലോട്ട് പോകാം. താഴെ തന്നിരിക്കുന്ന ഏത് ഗണിതശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട സംഖ്യയാണ് 6174? നമുക്കറിയാം അല്ലെ. 6174 എന്ത് നമ്പറാണ്? കാപ്രേക്കർ നമ്പർ ആണ്. HD കാപ്രേക്കർ നമ്പർ ആണ്. അപ്പൊ ഓപ്ഷൻ ഏതായിരിക്കും? ഡി ആയിരിക്കും അല്ലെ. കാപ്രേക്കർ നമ്പർ ആണ് 6174 എന്ന് പറയുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1729 തുല്യമല്ലാത്തത് ഏത്? നമുക്കറിയാം 1729ന്റെ പ്രത്യേകത എന്താണ്? രാമാനുജൻ സംഖ്യയാണ് അല്ലെ. രാമാനുജൻ സംഖ്യയാണ് ആര്? 1729 എന്ന് പറയുന്നത് അല്ലെ. 1729ന്റെ പ്രത്യേകത നമ്മൾ പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ രാമാനുജൻ സംഖ്യ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് രാമാനുജൻ സംഖ്യയുടെ പ്രത്യേകത. എന്തായിരുന്നു പ്രത്യേകത? 1700. ഇവിടെ നമുക്ക് അത് അറിയാമെങ്കിൽ ഈ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലെ. 1729ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയായി വ്യത്യസ്തമായ 2 രീതിയിൽ എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് അല്ലെ. അതായത് 1729 എനിക്ക് എങ്ങനെ എഴുതാം? 10 ക്യൂബ് പ്ലസ് 9 ക്യൂബ് 1729 ആണ്. അതുപോലെ തന്നെ 12 ക്യൂബ് പ്ലസ് 1 ക്യൂബും 1729 ആണ് അല്ലെ. 10 ക്യൂബ് 1000 ആണ്, 9 ക്യൂബ് 729 ആണ്. കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 1729 കിട്ടും. അപ്പൊ ഇത് ഓക്കെയാണ്.
12 ക്യൂബ് 1728 അതിനോടൊപ്പം 1 കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 1729 കിട്ടും. റെഡി അല്ലേ? അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിൽ എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ആര്? 1729. അതുകൊണ്ടാണ് അത് രാമാനുജൻ സംഖ്യ. രാമാനുജൻ സംഖ്യയുടെ പ്രത്യേകതയാണ് എന്ത്? ഈ രീതി. റെഡി അല്ലേ? ഇനി അടുത്ത 19 × 91 എന്ത് തന്നെയാണ്? 1729 തന്നെയാണ്. ഇവിടെ 3 സംഖ്യകളുടെ ക്യൂബായിട്ട് 11 ക്യൂബ് പ്ലസ് 7 ക്യൂബ് പ്ലസ് 5 ക്യൂബ് എന്തല്ല? 1729 അല്ല. അപ്പൊ ഈ 3ഉം എന്താണ് കിട്ടുക? 1729 ആണ് കിട്ടുക. അപ്പൊ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും അല്ലെ? അപ്പൊ രാമാനുജൻ സംഖ്യ അല്ലെങ്കിൽ 1729ന്റെ പ്രോപ്പർട്ടി പ്രത്യേകത നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന്റെ പ്രത്യേകത നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. രണ്ട് സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയായി എഴുതാൻ പറ്റുന്ന, രണ്ട് രീതിയിൽ എഴുതാൻ പറ്റുന്ന, വ്യത്യസ്തമായ രണ്ട് രീതിയിൽ എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ആര്? 1729 അല്ലെങ്കിൽ രാമാനുജൻ നമ്പർ എന്ന് പറയുന്നത്. റെഡി അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ, ഈ ക്വസ്റ്റിന്റെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിന്റെ ആൻസർ. ഇനി 802 × 802 ഇതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം. 4 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം നമ്മൾ ഓൾറെഡി 5ന്റെ പറഞ്ഞായിരുന്നു അല്ലെ? 5 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം കാണാൻ എന്ത് ചെയ്താൽ മതി? അവസാന അക്കത്തിൽ നിന്നും 5 മൈനസ് ചെയ്താൽ മതി. 4ന്റെ ഡിവിസിബിലിറ്റി തന്നെ നമ്മൾ എങ്ങനെ നോക്കുക? 4ന്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് അവസാന 2 അക്കം നോക്കിയാൽ മതി അല്ലെ? അവസാന 2 അക്കം 4ന്റെ ഗുണിതമായാൽ സംഖ്യയും എന്തായിരിക്കും? 4ന്റെ ഗുണിതമായിരിക്കും. റെഡി അല്ലേ? ഏതൊരു സംഖ്യ 4ന്റെ ഗുണിതമാണോ എന്ന് നോക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ആ സംഖ്യയിലെ അവസാന 2 അക്കം 4ന്റെ ഗുണിതമായാൽ സംഖ്യ 4ന്റെ ഗുണിതമായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ലാസ്റ്റത്തെ 2 അക്കം നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ലാസ്റ്റത്തെ 2 അക്കം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? 4ഉം 0 ആയിരിക്കും അല്ലെ? 2 × 2 4ഉം 0 × 0 0 ആയിരിക്കും ലാസ്റ്റ് വരുന്ന 2 അക്കങ്ങൾ. അപ്പൊ 0 4 അല്ലെങ്കിൽ 4 വരിക അല്ലെ? അപ്പൊ ഈ 4 എന്ന് പറയുന്ന സംഖ്യനെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയായിരിക്കും വരിക? 4 4 പോവും അല്ലെ? അപ്പം ഈ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? 4ന്റെ ഗുണിതമാണ്. അപ്പൊ ഇതിനെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 ആയിരിക്കും വരിക. കാരണം 4ന്റെ ഗുണിതമാണ്. അപ്പൊ ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരിക. റെഡി അല്ല? അപ്പൊ 4ന്റെ ശിഷ്ടം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവസാന 2 അക്കങ്ങൾ എടുക്കുന്നു, ആ 2 അക്കങ്ങളെ 4 കൊണ്ട് ഹരിക്കുന്നു, ശിഷ്ടം നോക്കുന്നു. റെഡി അല്ലേ? ഓക്കെ, 5 നമ്മൾ നോക്കി, 4 നമ്മൾ നോക്കി. റെഡി അല്ലേ? അപ്പം ഈ ക്വസ്റ്റിന്റെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ 0 ആയിരിക്കും. ഇനി ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് 5 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യ? അപ്പൊ ഇവിടെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തതാണ്. ഘടകങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അപ്പൊ ഇതിൽ ഏതാണ് ഘടകങ്ങളുടെ എണ്ണം 5 ആയിട്ടുള്ളത്? 620ന് നമുക്ക് ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം അല്ലെ? 620നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 620നെ നമ്മൾ 5 കൊണ്ട് ഹരിക്കുന്നു. 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? 6ൽ 1, 12ൽ 2, ബാക്കി 0 അല്ലെ? 120 ആണ് എന്ത്? 120 അല്ല, 1 5, ബാക്കി 12ൽ 2, 20ൽ 4, 124 ആണ് നമുക്ക് വരിക അല്ലെ? 620 124 ആണ് എന്ത്? 124 തവണ 5ൽ പോവും. വീണ്ടും ഞാൻ 2 കൊണ്ട് ഹരിക്കുന്നു. 6 2, 2ൽ ഹരിച്ചാൽ 31. 31 × 2 എത്രയാണ്? 62. കഴിഞ്ഞില്ലേ? കാരണം 31 എന്താണ്? പ്രൈമാണ് അല്ലെ? അപ്പൊ 620നെ എനിക്ക് എങ്ങനെ എഴുതാം? 2 തവണ വരുന്നുണ്ട്. റെഡി അല്ലേ? അപ്പൊ 2/2 × 5/1 അല്ലെ? 5/1 എന്ന് പറഞ്ഞാൽ 5 ഒരു പ്രാവശ്യം × 31. റെഡി അല്ലേ? ഇതാണ് എന്ത്? 620 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഘടകങ്ങളുടെ എണ്ണം എന്ത് വരും? പവർ 2 ആണ്. 2ന്റെ ഒപ്പം 1 കൂട്ടിയാൽ 3 ഇൻറ്റു ഇവിടെ പവർ 1 ആണ് ഇൻറ്റു 2. 1 കൂട്ടിയാൽ 1 2 ഇൻറ്റു ഇവിടെ എന്ത് വരും? പവർ 1 ആണ്, വീണ്ടും 2, 3 × 2 6 × 2 എന്ത് വരും? 12 ആണ് വരിക അല്ലെ? നമുക്ക് എന്താ കിട്ടേണ്ടത്? 5 ഘടകങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇതല്ല 625ന്റെ പ്രത്യേകത എന്താ? 625 എന്ന് പറയുന്നത് 625നെ ഘടകക്രിയ ചെയ്യുന്ന സമയത്ത് 25 × 25 ആണ് എന്ത്? 625. 25ന്റെ സ്ക്വയർ ആണ് 625 അല്ലെ? ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇത് ഓരോന്നായിട്ട് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ ചെയ്തു നോക്കാം. ഇതേ സാധനത്തിനെ തന്നെ നമുക്ക് ഇതേ രീതിയിൽ എഴുതാം. 25 × 25 ആണ് 625. റെഡി അല്ലേ? 25 എന്ന് പറഞ്ഞാൽ എന്താണ്? 5² ആണ്. എഗെയിൻ 25 എന്ന് പറഞ്ഞാൽ 5² ആണ്. അപ്പൊ ഇവിടെ മൊത്തം എത്ര 5 ആയി? 4 5 ആയി അല്ലെ? അപ്പൊ 625നെ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം? 5/4 എന്ന് എഴുതാം.
റെഡി അല്ലേ? 5⁴ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. 5⁴ 625 അല്ലെ? അപ്പൊ ഘടകങ്ങളുടെ എണ്ണം കാണാൻ പവർ 4 4ന്റെ ഒപ്പം 1 കൂട്ടിയാൽ 5. അപ്പൊ ആൻസർ എത്രയായിരിക്കും? 5 ആയിരിക്കും. അതായത് ഓപ്ഷൻ ബി 625 എത്ര ഘടകങ്ങൾ ഉണ്ടാവുക? 5 ഘടകങ്ങൾ ഉണ്ടാവുക. റെഡി അല്ലേ? ഓക്കെ. അപ്പോ ഇതും ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓരോ സംഖ്യയുടെ ഘടകങ്ങളായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിന്റെ ഘടകങ്ങളുടെ എണ്ണം എപ്പോഴാണോ നമുക്ക് 5 കിട്ടുന്നത് അതാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇവിടെ 625നെ 5⁴ എന്ന് എഴുതാമെന്ന് ഓർത്ത് വെച്ചാൽ നമുക്കത് പെട്ടെന്ന് ചെയ്യാം. ഓക്കെ. അപ്പൊ അതിന്റെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി 625 ആയിരിക്കും. റെഡി അല്ല? അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് കാറ്റഗറി 2 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. a+100 ഗ്രേറ്റർ ദാൻ a × 100 ആണ്. കൂടാതെ a ഒരു എണ്ണൽ സംഖ്യയാണ്. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. a ഒരു എണ്ണൽ സംഖ്യയാണ്. a യുടെ വില എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ a എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ aക്ക് എടുക്കാവുന്ന വിലകൾ ആരൊക്കെയാ? 1, 2. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 അങ്ങനത്തെ ഉള്ള സംഖ്യകളാണ് അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഒന്ന് എഴുതാം. a+100 ഗ്രേറ്റർ ദാൻ a × 100. റെഡി അല്ലേ? അപ്പൊ എനിക്ക് ഇവിടുന്ന് a ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ a എല്ലാം ഒരു സൈഡിലേക്ക് വരുത്തുന്നു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 100 ഗ്രേറ്റർ ദാൻ a × 100 എനിക്ക് 100a എന്ന് എഴുതാം. ഈ പ്ലസ് a അങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും? -a എന്ന് വരും അല്ലെ? അപ്പൊ എനിക്ക് 100 ഗ്രേറ്റർ ദാൻ 100a എന്ന് ഒരു a പോയാൽ 99a എന്ന് വരും അല്ലെ? ഇനി എനിക്ക് a ആണ് വേണ്ടത് അല്ലെ? ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരിക. 100 ഹരിക്കണം 99 ഗ്രേറ്റർ ദാൻ a എന്ന് വരും. റെഡി അല്ലേ? ഇതിനെ തന്നെ എനിക്ക് എങ്ങനെ എഴുതാം? a ലെസ് ദാൻ. ഇതിനെ ഒന്ന് തിരിച്ചെഴുതി അത്രയേ ഉള്ളൂ. 100/99 എന്ന് വരും. 100/99 എന്ന് വരും. ഈ 100/99 എന്ന് പറഞ്ഞാൽ ഏകദേശം 1 പോയിന്റ് സംതിങ് ആയിരിക്കുമല്ലോ. കാരണം 100നെ 99 കൊണ്ട് ഹരിച്ചാല് 100നെ 99 കൊണ്ട് ഹരിച്ചാല് 100ൽ 99 ഒരു പ്രാവശ്യം ഉറപ്പായിട്ടും പോകും അല്ലെ? ഒരു പ്രാവശ്യം ഉറപ്പായിട്ടും പോകും. ശിഷ്ടം എന്ത് വരും? 1 വരും. റെഡി അല്ലേ? അപ്പൊ ഒരു പ്രാവശ്യം ഉറപ്പായും പോകുന്നതുകൊണ്ട് 1 പോയിന്റ് സംതിങ് ആയിരിക്കും 100/99ന്റെ വാല്യൂ. ഓക്കെ അല്ലെ? അപ്പൊ a എന്ന് പറയുന്നത് ഈ 1 പോയിന്റ് സംതിങ്ങിനേക്കാളും കുറവാണ്. a എണ്ണൽ സംഖ്യയുമാണ്. aക്ക് എടുക്കാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ ആരാ? 1 ആണ് അല്ലെ? 1, 2, 3. 2 എടുക്കുകയോ? ഒരിക്കലും ഇല്ല. കാരണം എന്താ? 2ന്റെ താഴെയാണ് എയുടെ വാല്യൂ അല്ലെ? എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 പോയിന്റ് സംതിങ്ങിനേക്കാളും താഴെയാണ്. അപ്പൊ എക്ക് ആരെടുക്കാം? 1 എടുക്കാം. 0 എടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? a എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യയാണ്. അതുകൊണ്ട് എക്ക് എടുക്കാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ അല്ലെങ്കിൽ ഒരേ ഒരു വാല്യൂ ആരായിരിക്കും? 1 ആയിരിക്കും. a 1നേക്കാളും കുറവാണ്. 1 അല്ല, 1 പോയിന്റ് സംതിങ്ങിനേക്കാളും കുറവാണ്. അതുകൊണ്ടാണ് എക്ക് ഇവിടെ എന്തെടുക്കാൻ പറ്റുന്നത്? 1 എടുക്കാൻ പറ്റുന്നത്. റെഡി അല്ലേ? അപ്പൊ എയുടെ വാല്യൂ ഇവിടെ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ. അപ്പം എയുടെ വില എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇവിടെ എണ്ണൽ സംഖ്യ അത് നമ്മൾ ശ്രദ്ധിക്കണം. എയുടെ വില 1 ആയിരിക്കും. റെഡി അല്ലേ? ഇത് കാറ്റഗറി 2 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതും എന്തുതന്നെയാണ്? ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക. 6³ × 2³ × 5 ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ താഴെ തന്നിട്ടുള്ള ഒരു നമ്പർ 6 എന്ന് പറയുന്നത് എന്തല്ല? അഭാജ്യമല്ല അല്ലെ? അപ്പൊ അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 6നെ എങ്ങനെ എഴുതാം? 2 × 3 എന്ന് എഴുതിക്കൂടെ? 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 3 ആണ് അല്ലെ? പക്ഷെ അതിന്റെ പവർ എന്തുണ്ട്? 3 ഉണ്ട്. 6³ പകരമാണ് ഞാൻ എന്ത് എഴുതിയത്? ഈ 6ന് പകരം 2 × 3 എഴുതി. മേലെ ആരനുണ്ട്? ക്യൂബനുണ്ട്. അത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. 6ന് പകരം ഞാൻ 2 × 3 എന്ന് എഴുതി. റെഡി അല്ലേ? ഇൻറ്റു ഇവിടെ ആരുണ്ട്? 2³ ഉണ്ട്, ഒരു 5 ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇതിനെ എനിക്ക് 2 × 3 ഹോൾ ക്യൂബ് എന്ന് പറയുന്നതിനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2³ ഇത് 2നും ഞാൻ കൊടുത്തു. മേലെയുള്ള പവർ ആ 2നും 3നും അവകാശപ്പെട്ടതാണ് അല്ലെ? അപ്പൊ 2നും കൊടുത്തു, 3നും കൊടുത്തു. കൺഫ്യൂഷൻ ഇല്ലല്ലോ? 2³ × 3³ ഇനി ഞാൻ ഇവിടെ ബാക്കിയുള്ളതിന് അങ്ങനെ തന്നെ എഴുതി 2³ × 5. റെഡി അല്ലേ? ഓക്കെ. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു 2³ ഉണ്ട്, ഇവിടെ ഒരു 2³ ഉണ്ട്. റെഡി അല്ലേ? ഇവിടെ ഒരു 2³ ഉണ്ട്, ഇവിടെ ഒരു 2³ ഉണ്ട്. രണ്ടും കൂടി ഗുണിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ടോട്ടൽ 2 എത്ര പ്രാവശ്യം ഉണ്ട്? ഇവിടെ 3, ഇവിടെ 3, ടോട്ടൽ 6 പ്രാവശ്യം ഉണ്ട്. റെഡി അല്ലേ? അപ്പൊ 2⁻6 × 3⁻, ഇവിടെ എത്ര ഉണ്ട്? 3 × 5⁻, ഇവിടെ എത്ര ഉണ്ട്? 1.
റെഡി അല്ലേ? അപ്പൊ 2ന്റെ പവർ 6 വന്നു, 3ന്റെ പവർ 3 വന്നു, 5ന്റെ പവർ 1 വന്നു. ഇനി എനിക്ക് ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിച്ചൂടെ? ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ആദ്യത്തെ പവർ 2ന്റെ പവർ 6 ആണ്, 6ന്റെ ഒപ്പം 1 കൂട്ടി ഇൻറ്റു 3ന്റെ പവർ 3 ആണ് അല്ലെ, ആ 3ന്റെ ഒപ്പം 1 കൂട്ടി ഇൻറ്റു ഇവിടെ 5ന്റെ പവർ എത്രയാണ്? 1 ആണ്, 1ന്റെ ഒപ്പം ഞാൻ എന്ത് ചെയ്തു? 1 കൂട്ടി. 6 + 1 7, 3 + 1 4, 1 + 1 2 ഗുണിച്ചു കഴിഞ്ഞാൽ 7 × 4 × 2 എന്ത് വരും? 56 എന്ന് വരും. ഓക്കെ, അപ്പം ഈ സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്ര എണ്ണം വരും? 56. അതായത് ഓപ്ഷൻ ഡി ആണ്. റെഡി അല്ലേ? അപ്പോൾ ഇതും ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എളുപ്പത്തിൽ ഘടകങ്ങളുടെ എണ്ണം നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ആയി ചെയ്യുന്നു അല്ലെ. അപ്പം ആ ഒരു സ്റ്റെപ്പ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ബാക്കി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, അതിന്റെ താഴത്തുള്ള സംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? അഭാജ്യ സംഖ്യ ആയിരിക്കണം. റെഡി അല്ലേ? അപ്പൊ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കേണ്ട ഒരു ചോദ്യം, അതിന്റെ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ ഡി 56. റെഡി അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസുകൾ ഒന്നുകൂടി വളരെ വ്യക്തമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഒന്നുകൂടി ചെയ്തു നോക്കുക. ഇത് കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ കൂടി ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.